ഈ ഗായ്സ് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് നമ്മുടെ പുതിയ ഇലക്ട്രിക് വണ്ടിയാണ്. ഇതിൻ്റെ പേരാണ് ഒലേഡ S1 Pro എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ട് ഒരു 4 ദിവസമായിട്ടുള്ള വണ്ടി. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് റിവ്യൂ എന്ന രീതിയിൽ ചെയ്യണേണ്. അപ്പോൾ ആദ്യം വണ്ടി എടുക്കണ ടൈമിൽ കുറേ ഹേറ്റേഴ്സ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ എടുക്കുമ്പോൾ റിസ്ക് ആണ് എടുക്കാൻ. പിന്നെ ഇതുമാതിരി വണ്ടി വേറെ കമ്പനികളാരും ഇറക്കിയിട്ടില്ല. ഈ ഒരു വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെവി റിസ്ക്കുമാണ്, പക്ഷെ നല്ലൊരു വണ്ടിയാണ്. ഇപ്പം ഞാൻ ഇത്ര നാളെടുത്തിട്ട് ഇതുവരെ വഴിയിൽ പെടുകയോ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഒരു 290 കിലോമീറ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടി. പിന്നെ അടിപൊളി വണ്ടിയാണ്. അപ്പോൾ അവർ കമ്പനി പറയും റേഞ്ച് എക്കണോമിയിലാണ് 180 കിലോമീറ്റർ കിട്ടണത്. പിന്നെ സ്പോർട്സ് മോഡിലൊക്കെ ആണെങ്കിൽ 125 ഫുൾ ചാർജ് കിട്ടും കേട്ടോ. പിന്നെ ഹൈപ്പറിലാണെങ്കിലാണ് 100 കിലോമീറ്റർ കിട്ടണത്. എത്ര പറപ്പിച്ച് ഓടിച്ചു കഴിഞ്ഞാലും 100 കിലോമീറ്റർ കിട്ടും. ബാക്കിയുള്ള ഇലക്ട്രിക് വണ്ടികൾ എക്കണോമിയിൽ പോയാലാണ് ഈ പറഞ്ഞ 100 കിട്ടണത്. അപ്പോൾ ഇതിൽ തന്നെ കാണിച്ച് ഇതേനാ ഇപ്പോൾ വെഹിക്കിൾ സ്റ്റാറ്റസ് ആണ്. ഇപ്പോൾ 97% ചാർജ് ഉണ്ട്. അപ്പോൾ എക്കണോമിയിൽ 175 കിട്ടും. പിന്നെ നോർമലിൽ 139 ഇതിൽ കാണാൻ ഷുവർ തന്നെയാണ് കിട്ടണത്. ഹൈപ്പറിലൊക്കെ 97 സുഖമായിട്ട്. ഇപ്പോൾ ഡെയിലി ഒരു 100 കിലോമീറ്റർ 120 ഓടാനുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കണം. നല്ല ലാഭം ഉണ്ടാകും. പവറുണ്ട്, നല്ല റേഞ്ചും ഉണ്ട്. നമ്മുടെ ഡെയിലി പരിപാടികളൊക്കെ തകർക്കും. പിന്നെ 6 മണിക്കൂർ പിടിക്കും ഫുൾ ചാർജ് ആവാൻ വണ്ടിക്ക്. ഞാനപ്പോൾ ഇതുവരെ ഓടിയേക്കണത് ഇന്നിപ്പോൾ കുറച്ച് ഓടിയിട്ടുള്ളൂ. ഇനി ബാലൻസ് ഉണ്ട്, പക്ഷേ എന്നാലും കുറേ ഓടിക്കും. ഇന്നലെ തന്നെ 130 കിലോമീറ്റർ ഓടിയായിരുന്നു ഫുൾ ചാർജിന്. എന്നിട്ടുണ്ടായി 20% ബാലൻസ്. അപ്പോൾ ഇതൊക്കെ മോഡാണ് ഇതിൻ്റെ. പിന്നെ സെറ്റിങ്സ് ഇപ്പോൾ ഡേ ലൈറ്റ് ആയത് കാരണം വൈറ്റ് സ്ക്രീൻ, നൈറ്റ് ആണെങ്കിൽ ഡാർക്ക് സ്ക്രീൻ ആവും. ഇതിപ്പോൾ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിലുള്ള ഡിസ്പ്ലേ. പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഡാർക്ക് മോഡ്, ഇപ്പോൾ ഡാർക്ക് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റ് ഡാർക്കായി പോയി. അതിപ്പോൾ ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്ത് ചെയ്യും. നമുക്ക് ഫോണിൽ കൂടി കൺട്രോൾ ചെയ്യാം. പിന്നെ മൂഡ് സൗണ്ട്, ഇപ്പോൾ വണ്ടിക്ക് റണ്ണിങ്ങിൽ ശബ്ദം വേണമെങ്കിൽ അതും സെറ്റ് ചെയ്യാം. പിന്നെ ഹസാർഡ്, സേഫ്റ്റി ലൈറ്റ്, ഡബിൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. പിന്നെ ഓൾ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതലും പറയണത് ഡിസ്പ്ലേ, ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ്. ബ്രൈറ്റ്നെസ് കൂട്ടാനുള്ളത്. മൂഡ്സ് ഉണ്ട്. മൂഡ്സിലാണ് അവർ സൗണ്ട് വണ്ടിയുടെ പറയണത്. പിന്നെ ലൈറ്റ്സ്, ഇപ്പോൾ സേഫ്റ്റി ലൈറ്റ് എന്ന് വെച്ചാൽ ഹസാർഡ് ലൈറ്റിനെ പറയണ പേരാണ് സേഫ്റ്റി ലൈറ്റ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ നൈറ്റ് ടൈമിൽ നമുക്ക് വണ്ടി ഓഫ് ചെയ്ത് 30 സെക്കൻഡ്സ് നമുക്ക് ലൈറ്റ് ഓൺ ആയി തരും. നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് മാതിരി. പിന്നെ ഹാലജൻ ലൈറ്റ് ഉണ്ടെന്ന് വെച്ചാൽ പാർക്കാണ്. അതായത് ഹെഡ്ലൈന് ചുറ്റും ഒരു DRL മാതിരി ഉണ്ട്. അപ്പോൾ അതാണ് അതിൽ കാണിക്കണത്. DRL ഉണ്ടാ, ഇത് ഓണാക്കിയിടാം. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്വിച്ച് ഉണ്ട്. പിന്നെ ഉള്ളത് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ അതൊരു നല്ലൊരു അടിപൊളി ഫീച്ചറാണ് ഈ ഒരു വണ്ടിക്ക്. അത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ തനിയെ ഓഫ് ആയിക്കോളും. നമ്മൾ രണ്ടാമത് സ്വിച്ച് നിൽക്കേണ്ടത്. പിന്നെ റൈഡിങ് എന്ന് വെച്ചാൽ നമ്മുടെ ജനറേഷനാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ചാർജ് കയറുന്ന സെറ്റിങ്സാണ് ഇതിൽ പറയണത്. അത് നമുക്ക് കൂട്ടി വെക്കാം, കുറച്ച് വെക്കാം. പിന്നെ ഹിൽ ഹോൾഡിങ് സിസ്റ്റം ഉണ്ട്. കയറ്റത്തൊക്കെ വണ്ടി നിൽക്കണമെങ്കിൽ റിവേഴ്സ് പോകാണ്ടിരിക്കാനുള്ള സിസ്റ്റം. അതൊരു വേറൊരു വണ്ടിക്കും ഇല്ല. ഒല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ബാറ്ററി വെക്കേഷൻ മോഡുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് പോകണമെങ്കിൽ വണ്ടി ഉപയോഗിക്കാണ്ട് വെക്കുമ്പോൾ ഈ ഒരു മോഡിൽ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇറങ്ങി പോകില്ല. പിന്നെ സേഫ്റ്റി ഡംബർ, ഇപ്പോൾ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റക്ഷൻ ഉണ്ട്. പാസ്വേഡൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ഓപ്ഷൻ. പിന്നെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ആക്സസ് കൺട്രോൾ ഉണ്ട്. പിന്നെ നമ്മുടെ മാപ്പ് കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ വേറൊരാൾ വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ സെറ്റിങ്സ് മാറ്റാം. ഹൈപ്പറും സ്പോട്ട് എടുത്ത് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ വണ്ടി പയ്യെ ഓടിക്കോളൂ. പിന്നെ സിസ്റ്റം അപ്ഡേറ്റ് നമ്മുടെ ഓൾറെഡി ഉള്ളിൽ സിം ഉണ്ട്, അത് വെച്ച് അപ്ഡേറ്റ് ആവും. അല്ലെങ്കിൽ
വൈഫൈ വെച്ച് അപ്ഡേറ്റ് ആയിക്കോളും, ഓട്ടോ അപ്ഡേറ്റ് ആണ്. പിന്നെ ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ കണ്ട 263 കിലോമീറ്റേഴ്സ്. പർച്ചേസ് ചെയ്തത് 21 ജൂലൈ ആണ്, പക്ഷേ എനിക്ക് വണ്ടി കിട്ടിയപ്പോൾ 30 ജൂലൈ ആയി. പിന്നെ ഈ ഒരു വണ്ടിക്ക് എനിക്ക് വന്നേച്ച റേറ്റ് എന്ന് ചോദിച്ചാൽ 1,47,000 ആണ് ഓൺ റോഡ് വന്നത് ഈ ഒരു വണ്ടിക്ക്. പിന്നെ 10,000 സബ്സിഡി വന്നിട്ടുണ്ട്, അതും കൂടി ചേർത്താണ് ഈ ഒരു റേറ്റ് വന്നേക്കണത്. അപ്പോൾ ഇപ്പോൾ റേറ്റ് ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 10,000 കൂടും സബ്സിഡി എമൗണ്ട്. പിന്നെ വണ്ടി അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഈ ഒരു സെറ്റപ്പിൽ വേറൊരു വണ്ടിയും ഇല്ല. പിന്നെ കുറേ ഹേറ്റേഴ്സ് ഉണ്ട് വണ്ടിക്ക്. അത് എടുക്കുന്ന ടൈമിൽ പറയും തീ പിടിച്ചെന്നൊക്കെ പറയും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഭാഗ്യം കൊണ്ടായിരിക്കും, നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി ഓടിക്കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു പെർസെൻറ്റേജാണ് നമുക്ക് എത്ര കിലോമീറ്റർ ഓടും, റേഞ്ച് ഓടും. ഇതിപ്പോൾ നോർമലിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബട്ടൺ നെക്കി കഴിഞ്ഞാൽ മോഡ് മാറും. അതിപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ ഇട്ടേക്കണത് കാരണമാണ് ഇപ്പോൾ പീന്ന് നടക്കണത്. സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞാലാണ് അവിടെ എത്ര കിലോമീറ്റർ ഓടി. ഇനി ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ഓടുന്നതാണ് ഈ ട്രിപ്പിൽ കാണിക്കണത്. പിന്നെ ഇതാണ് നമ്മുടെ ബൂട്ടിൻ്റെ സ്വിച്ച്. അപ്പോൾ ബൂട്ട് ഫോണാണ്, ഞാനിപ്പോൾ ഡിക്കിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ബൂട്ട്. അപ്പോൾ ഇതിൻ്റെ അത് ചാർജർ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. എന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് കിടക്കാനുള്ള അത്ര സ്പേസ് ഉണ്ട് ഈ ഒരു ബാക്കിൽ. വേറൊരു വണ്ടിക്ക് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഒരു ചാർജർ ഉണ്ട്. 6 ആംപിയർ ആണ് പറയണത് അവർ. ഇതിൽ തന്നെ എഴുതിയിട്ടാണ് 6 ആംസിൻ്റെ ചാർജറാണ്. എന്ന് വെച്ചാൽ പവർ പ്ലഗിൽ കുത്താനാണ് പറയണത് അവർ. ഇപ്പോൾ 6 ആംപിയർ ആണ്. നോർമൽ പ്ലഗ് പോയിന്റിൽ കയറും. കണ്ട, പവർ പ്ലഗിൻ്റെ ആവശ്യമില്ല. അവർ എന്താ ഐഡിയ വെച്ചാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നു. പിന്നെ അതന്നെ റീസെറ്റ് ട്രിപ്പിംഗ് സിസ്റ്റം ഉണ്ട് ഇതുമ്പോൾ തന്നെ. ഇപ്പോൾ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് തന്നെയാണെങ്കിൽ കണ്ട ട്രിപ്പാവും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ റീസെറ്റ് ആക്കി കഴിഞ്ഞാൽ പഴയത് മാതിരി. ഇതിൽ തന്നെ ഫ്യൂസ് കാര്യങ്ങളുണ്ട്. പിന്നെ ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചാർജർ. അതായത് 33.60 വോൾട്ട് 12 ആംപിയറിൻ്റെ ചാർജറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സോക്കറ്റ് വന്നത്. വണ്ടി ചാർജ് ചെയ്യാനുള്ള സോക്കറ്റാണ്. അപ്പോൾ ഈ ചാർജിങ് സോക്കറ്റ് നമ്മൾ ബാക്കിലാണ് കുത്തേണ്ടത്. അപ്പോൾ ബാക്കിൽ ഞാനിപ്പോൾ കവർ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. വണ്ടി വാങ്ങിക്കുമ്പോൾ കവറില്ല, ഈ ഒരു സ്പോഞ്ച് മാത്രമേ മേളിൽ കാണുള്ളൂ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ടത് ആമസോണിൽ നിന്ന്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഇതാണ് ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്തവരുടെ ഡീറ്റെയിൽസ്. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ ഇതാണ് ചാർജ് ചെയ്യണ സോക്കറ്റ്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ വന്നിട്ടില്ല.